ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജി മലയാളം മീഡിയത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഓൾറെഡി നാഡികളെക്കുറിച്ചും നാഡീവ്യവസ്ഥയെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമ്മൾ മസ്തിഷ്കവും സുഷുമ്നയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് തരം നാഡീവ്യവസ്ഥയുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥ ആൻഡ് പെരിഫറൽ നാഡീവ്യവസ്ഥ ഇതൊക്കെ പഠിച്ചു. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് മസ്തിഷ്കവും സുഷുമ്നയും, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളായ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയുടെ സംരക്ഷണം എപ്രകാരമാണെന്ന് ചിത്രീകരണം, 2.11 വിവരണം എന്നിവ സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് ഒരാളുടെ തലയാണ് കേട്ടോ അത്. ആ തലയിൽ ഈ ഒരു ഭാഗത്തെ ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറയും നമ്മൾ, അതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പുറത്ത് തലച്ചോറിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഭാഗമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. എന്താണ് പറയുക? മെനിഞ്ചസ് എന്ന്. ഈ മെനിഞ്ചസിനകത്ത് സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ടായിരിക്കും. മെനിഞ്ചസിനകത്ത് സെറിബ്രോസ്പൈനൽ ദ്രവം. അപ്പോൾ ഇതാണ് തലച്ചോറ് എന്നുണ്ടെങ്കിൽ അതിനെ പൊതിഞ്ഞ് മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിൻ്റെയും തലച്ചോറിനും ഇടയിലായിട്ട് സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോടുകൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ ഒരു 3 ലെയർ ഉണ്ട്. ഇതാണ് തല വരുന്നത് കേട്ടോ. ആ ആന്തരപാളിൻ്റെയും ആന്തരപാളികൾക്ക് ഉള്ളിലായിട്ടും മസ്തിഷ്കത്തിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ സുഷുമ്ന വരുന്നുണ്ട്. സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും എന്ത് കാണുന്നു? സെറിബ്രോസ്പൈനൽ ദ്രവം കാണുന്നു. അപ്പോൾ സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 4 ധർമ്മങ്ങൾ ഇപ്പോൾ നമുക്കിവിടെ കാണാനുണ്ട്. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. നമ്മൾ പോഷണം നൽകുന്ന 2 ആൾക്കാരെ പറ്റി പഠിച്ചു അല്ലേ? ന്യൂറോഗ്ലോയിഡ് സെൽസും പിന്നെ വേറെയും പഠിച്ചല്ലോ. പിന്നെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, പിന്നെ മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. 4 ധർമ്മങ്ങളാണ് നമ്മൾ പഠിച്ചത്. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. ഇനി മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചോളൂ. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ 4 എണ്ണം: ഓക്സിജൻ, പോഷണം നൽകുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, മർദ്ദത്തെ ക്രമീകരിക്കുക, ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. നമുക്ക് ഇനി തലച്ചോറിൻ്റെ മൊത്തത്തിലുള്ളൊരു ഘടനയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഏറ്റവും വലിയ ഭാഗമായ സെറിബ്രം, അതായത് തലച്ചോറിൻ്റെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും. അതായത് കോർട്ടെക്സിൽ എന്താണ്? ഗ്രേ മാറ്ററാണ്. എന്താണ് കാരണം? മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഒരു ന്യൂറോണിൻ്റെ ഭാഗം. വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല. അപ്പം ഉള്ളിലുള്ള ഭാഗം വൈറ്റ് മാറ്ററാണ്. നമുക്ക് വെള്ള നിറം കൊടുക്കാം. ഉള്ളിലുള്ള നിറം ഉള്ളിലുള്ള ഭാഗം വൈറ്റ് മാറ്റർ. പുറത്ത് ഗ്രേ മാറ്റർ. നമുക്ക് കറുപ്പ് വെച്ച് ഗ്രേ മാറ്റർ. കാരണം എന്താണ്? ഗ്രേ മാറ്ററിൻ്റെ ഭാഗത്ത് മൈലിൻ ഷീത്ത് കുറവായിരിക്കും. ഇനി പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ നമുക്ക് ലഭ്യമാക്കി തരുന്നത് ആരാണ്? സെറിബ്രം ആണ്. അപ്പോൾ ഒരു സെറിബ്രം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. കോർട്ടെക്സ് എന്നുള്ള പുറമേയുള്ള ഗ്രേ മാറ്റർ വരുന്ന ഭാഗവും മെഡുല്ല എന്ന് പറയുന്ന വൈറ്റ് മാറ്റർ വരുന്ന ഭാഗം അകത്തും കാണപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ചലനങ്ങൾ. നമ്മൾ കൈ അനക്കണം എന്ന് വിചാരിക്കുന്നു, അപ്പോൾ അനക്കുന്നു. അനൈച്ഛിക ചലനങ്ങളുണ്ട്. അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളുള്ള അനക്കങ്ങളായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന അനക്കങ്ങളൊക്കെ എന്താണ് വരിക? ഇപ്പോൾ നമ്മളൊരു ചൂട് തട്ടുമ്പോൾ കൈ വലിക്കുന്നത് അതൊരു ചലനമാണ്. അത് അനൈച്ഛികമാണ്. നമ്മൾ ഓക്കെ ഇനി കൈ വലിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല. അപ്പോൾ ഐച്ഛികമായിട്ടുള്ള നമ്മുടെ ചലനങ്ങൾ, ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന, പിന്നെ നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ, മണക്കുക, നമ്മൾ കേൾക്കുക, കാണുക, അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തലച്ചോറിലെ സെറിബ്രം എന്ന് പറയുന്ന
രണ്ട് ഭാഗങ്ങളുള്ള കോർട്ടെക്സ് മെഡുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേ മാറ്റർ വൈറ്റ് മാറ്ററുള്ള ഭാഗങ്ങളുള്ള ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള സെറിബ്രമാണ് ചെയ്യുന്നത്. അടുത്ത ഭാഗമാണ് സെറിബെല്ലം, രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെയായിട്ട് കാണപ്പെടുന്നു. നമ്മുടെ സെറിബ്രം എവിടെ? സെറിബ്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഒരു വിഷറിയൊക്കെ പോലെ വേണമെങ്കിൽ പറയാം അല്ലേ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. സന്തുലിതാവസ്ഥ, നമ്മുടെ ബാലൻസ് ശ്രദ്ധിക്കുന്ന ആളാരാണ്? സെറിബെല്ലം. ബെല്ലം ല ബാലൻസ്, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനത്തെ എളുപ്പമാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബയോളജിയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അടുത്തതാണ് തലാമസ്. മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗത്ത് കാണപ്പെടുന്നതാണ് തലാമസിനെ. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. അതായത് നമുക്ക് ഇവിടെ നിന്നാണ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള മെസ്സേജുകൾ ഇങ്ങോട്ടേക്കും ഇതെല്ലാം ഇവിടെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തലാമസ് എന്ന് പറയുന്നത്. നമ്മളൊരു വേദന സംഹാരി, ഇപ്പോൾ മെഫ്താൾ പോലുള്ള വേദന സംഹാരികളൊക്കെ കുടിച്ചാൽ അത് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലാമസിനായിരിക്കും. തലാമസ് അത് പിന്നീട് എന്ത് ചെയ്യും? അങ്ങനത്തെ മെസ്സേജുകളൊക്കെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്ന് തിരിച്ചൊക്കെ സ്വീകരിക്കും. അടുത്തത് വരുന്നതാണ് ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനം, എന്താ പറയുക, ഒരു ബാലൻസറാണ്. എല്ലാം ഒരു ഓളത്തിൽ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാണ്ട് മൊത്തത്തിൻ്റെ ശരീരത്തിൻ്റെ ഊഷ്മാവ്, വിശപ്പ്, ദാഹം പോലുള്ള നമ്മുടെ എല്ലാ വികാരങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഈ ഭാഗം. അടുത്ത ഭാഗം എന്താണ്? മിഡ് ബ്രെയിൻ. അതായത് ഒരു കിളീനെ പോലെ തോന്നിപ്പിക്കുന്നതിൻ്റെ തലഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അത് കാഴ്ച, കേൾവിയുമായി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനവും ഇതാണ് ശ്രദ്ധിക്കുന്നത്, മിഡ് ബ്രെയിൻ. അടുത്തതാണ് പോൺസ്. പോൺസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മിഡ് ബ്രെയിനിന് താഴെ വരുന്ന ഭാഗമാണ്. കണ്ണിൻ്റെയും മുഖത്തുള്ള പേശികളുടെയും പ്രവർത്തനങ്ങൾ മിഡ് ബ്രെയിനും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ശ്വാസനിരക്കിനെ, നമ്മുടെ ബ്രീത്തിങ്ങിനെ, ശ്വാസോച്ഛ്വാസത്തിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? പോൺസാണ്. അടുത്തതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ. ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള പ്രവർത്തനങ്ങളല്ല. നമുക്ക് തുമ്മൽ നമ്മൾ വരുത്തുന്നതാണോ? നമുക്ക് വേണമെങ്കിൽ വരുത്താം. പക്ഷേ ബേസിക്കലി ചുമയും തുമ്മലും നമ്മുടെ ശ്വാസോച്ഛ്വാസം നടത്തുന്നതും ഓക്കെ ഇനി അങ്ങോട്ട് ശ്വാസം വലിക്കും ഇങ്ങോട്ട് ശ്വാസം വലിക്കും എന്ന് പറയാത്ത ഏത് സമയത്തും ഉറക്കത്തിൽ പോലും എന്തുണ്ട്? നമുക്ക് ഹൃദയസ്പന്ദനവും ശ്വാസോച്ഛ്വാസവും ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ? അതെന്താണ്? അനൈച്ഛികമായ പ്രവർത്തനങ്ങളാണ്. ഇവയെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സെറിബ്രം, സെറിബെല്ലം, പിന്നെ പ്രോസസ്സിങ് യൂണിറ്റ് ആയിട്ടുള്ള തലാമസ്, പിന്നെ നമ്മുടെ ആന്തര സമസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൈപ്പോ തലാമസ്, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇത്രയാണ് നമ്മുടെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ. മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളും ധർമ്മവും. ഇതിനെ നമ്മൾ മൊത്തത്തിൽ ബ്രെയിൻ സ്റ്റെം എന്നാണ് കേട്ടോ പറയുക. ഒരു കിളീനെ പോലെ രൂപം തോന്നുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ ബ്രെയിൻ സ്റ്റെം എന്നാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്തോളുക. അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ സുഷുമ്നയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. ചിത്രത്തിലുണ്ടല്ലോ, ഇവിടെ ബ്രെയിൻ സ്റ്റെമ്മസ് അവസാനിക്കുന്നു, ഇവിടുന്ന് സുഷുമ്ന തുടങ്ങുന്നു. ഇവിടെ നമുക്ക് സുഷുമ്നൻ്റെ ഭാഗങ്ങളാണ് പഠിക്കാൻ പോണത്. സുഷുമ്ന നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെയോ നിറച്ച് വെച്ചിട്ടുള്ള ഒരു PVC പൈപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. തൽക്കാലം PVC പൈപ്പായിട്ട് കണക്കാക്കാം. എന്തൊക്കെയോ കണക്ഷൻസൊക്കെ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളം പോകാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഉള്ളിലൊരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഇതൊരു ക്രോസ് സെക്ഷനാണ്, ഇങ്ങനെ മുറിച്ചിട്ടുള്ളതാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മുറിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു രൂപം വരിക അല്ലേ? ഈ ഒരു ഷേപ്പിലായിരിക്കും രൂപം വരിക. ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിലൂടെ ആണിതിങ്ങനെ ഉള്ളിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ചിത്രീകരണം നമുക്ക് നോക്കാം. ഇവിടെ ഈ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഈ ഭാഗത്തെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന്
വിളിക്കുന്നു. അവിടെ എന്തില്ല, മൈലിൻ ഷീത്ത് ഇല്ല. പുറത്തുള്ള വെള്ള ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നു, കാരണം അവിടെ മൈലിൻ ഷീത്ത് ഉണ്ട്. ഇനി അതിൻ്റെ നടുവിലൂടെ ഒരു ഹോള് പോകുന്നുണ്ട്, അതിന് സെൻട്രൽ കനാൽ എന്ന് പറയുന്നു. എങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്തൊരു സെൻട്രൽ കനാലുണ്ട്, അതിങ്ങനെ ഉള്ളിൽ എന്ത് ചെയ്യും, ഹോളോ ആയിട്ട് കിടക്കുന്നുണ്ടാവും. സെറിബ്രോ സ്പൈനൽ ദ്രവം ഇവിടെയാണ് നിറഞ്ഞിരിക്കുന്നത്. ഇനി 2 റൂട്ടുകളാണ് നമുക്കുള്ളത്, ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഡോഴ്സൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മിക്കവാറും എന്തായിരിക്കും, പുറകിലൂടെ അല്ലെങ്കിൽ പുറകു ഭാഗത്ത് വരുന്നതാണ്. നമ്മുടെ പുറം വരുന്ന ഭാഗം നമ്മൾ ഡോർസൽ സൈഡും ഫ്രണ്ട് വരുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ട് സൈഡ് നമ്മളെ വെൻട്രൽ സൈഡ് എന്ന് പറയാം. അപ്പം പുറകിലൂടെ ഇങ്ങനെ കുറച്ച് കണക്ഷൻസ് ഇതിന് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയും വരുന്നുണ്ട്. ഒരു കൈയാണെന്ന് വിചാരിക്കുക, 2 കൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്ന കൈയാണ് ഡോർസൽ റൂട്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ സുഷുമ്നയിലേക്ക് ഈ ബാക്ക് ഭാഗത്തിലൂടെ കടത്തിവിടുന്നു. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കാം, ഇവിടെ നമ്മുടെ ഹൃദയം ഉണ്ടെന്ന് വിചാരിക്കുക. ഹൃദയത്തിൻ്റെ നാഡികളിൽ നിന്നുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് എത്തുന്നത് ഈ ഡോർസൽ റൂട്ടിലൂടെ ആയിരിക്കും. ഇനി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്നത് ആരായിരിക്കാം? വെൻട്രൽ റൂട്ടായിരിക്കാം. അതിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? സുഷുമ്ന നാഡിയാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കുകയും മസ്തിഷ്കത്തിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് സുഷുമ്നയാണ്. അപ്പോൾ സുഷുമ്ന ഓൾറെഡി മൊത്തത്തിലൊരു കണക്റ്റിംഗ് ലിങ്ക് പോലെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക്, മസ്തിഷ്കവും ഇവിടെ നമ്മുടെ മസ്തിഷ്കം നിൽക്കുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഓർഗൻസ് ഒക്കെ നിൽക്കുന്നുണ്ട്, നമ്മുടെ കൈ, കാല്, ഹൃദയം, ശ്വാസകോശം, അങ്ങനെയുള്ള എല്ലാ അവയവങ്ങളും, കണ്ണ്, കാത്, മൂക്ക് എല്ലാം ഇവിടെയാണുള്ളത്, ഈ ഭാഗത്താണുള്ളത്. ഇത് നമ്മുടെ ബ്രെയിന്, ഇത് ഓർഗൻസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കാണ് ആര്? സുഷുമ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് പോവും, അങ്ങോട്ട് പോവും, അവിടെ തിരിച്ചിങ്ങോട്ടും വരും, ഇങ്ങോട്ടും വരും, എല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? സുഷുമ്നയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നാഡീകോശത്തിലൂടെ സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുക എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.